നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിലെ മാലിന്യ പ്രശ്നം UDFന്റെ ഇരട്ടത്താപ്പെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചൊവ്വാഴ്ച UDF പേരാമ്പ്ര പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പേരാമ്പ്രയിൽ MCF കേന്ദ്രം വേണ്ടി ഒരാൾക്ക് ഒരു പ്രശ്നമില്ലാത്ത പേരാമ്പ്ര ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഈ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ പോസ്റ്ററും പ്രചരണവും ബോർഡും മാർച്ചും ഒക്കെ ആയിട്ട് UDF, അതേ UDF ആണ് ഇന്നും മാർച്ച് നടത്തുന്നത്. ഞങ്ങൾ പറഞ്ഞത് പേരാമ്പ്ര പഞ്ചായത്തിൽ ഉണ്ടാകുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥമായ ആഗ്രഹം UDFനുണ്ടെങ്കിൽ പേരാമ്പ്രയിലെ MCF കേന്ദ്രം സ്ഥാപിക്കാൻ, വാർഡുകളിൽ മിനി MCF കേന്ദ്രം സ്ഥാപിക്കാൻ, പേരാമ്പ്രയിൽ നിന്ന് അതത് ദിവസം കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചു വരുന്ന, ഇത് വേറെ ഉണ്ടാക്കുന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മാലിന്യമാണ്. ആ മാലിന്യം കൃത്യമായി സൂക്ഷിച്ച് അത് വേണ്ട വിധത്തിൽ സെഗ്രിഗേറ്റ് ചെയ്ത് വിതരണം ചെയ്യാൻ ആവശ്യമായ സംവിധാനം പഞ്ചായത്ത് ഒരു പ്രയാസമില്ല. പക്ഷെ അതിന് സമരമായിട്ട് വന്നാൽ അത് തടയാൻ, അതൊരു ഭാഗത്ത് തടസ്സപ്പെടുക, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പഞ്ചായത്തിൻ്റെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ഇരട്ടത്താപ്പാണ്. ആ കാര്യം നിങ്ങളുടെ മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ട് പറയണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റു കാര്യം, ഈ പറഞ്ഞ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ള കാര്യം തുറന്ന് അങ്ങോട്ട് പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം പേരാമ്പ്ര പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു 2-3 മാസക്കാലമായി ഇതില്ല, ഇതുപോലുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരാൾക്ക് പോലും. അത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും അതുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുൻകരുതൽ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഴുവൻ വീടുകളും പരിസരവും, അതായത് ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ വീട്ടിലേക്ക് കൊതു വരാൻ സാധ്യതയുള്ള സമീപ പ്രദേശങ്ങളും നമ്മൾ തന്നെ ശുചിയാക്കുന്ന ഒരു ക്യാമ്പയിൻ, ജനകീയ ക്യാമ്പയിനാണ് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതിന് എല്ലാ ബഹുജനങ്ങളും, പേരാമ്പ്ര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ചിന്തകൾക്കപ്പുറത്തായ എല്ലാ വിഭാഗം ആളുകളും ഈ കാര്യത്തിൽ അണിനിരക്കണം എന്നാണ് ഈ അവസരത്തിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുകയാണ്. മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ മഴയോടത്തോടുകൂടിയാണ് വെള്ളം കെട്ടിക്കിടക്കും. പിന്നെ ആ വെള്ളം ഒഴിവാക്കാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് അവിടെ കൊതു വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ കൊതു എവിടെയാണ് സ്രോതസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് കെട്ടിട ഉടമകൾ നിർബന്ധമായും അവരവരുടെ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ഇടപെടണം. അങ്ങനെ ഒഴിവാക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് പരിശോധന നടത്തിയാൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാത്തതും അവിടെ കൊതു വളരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് അധികൃതർ എല്ലാ കെട്ടിടവും 1-2 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധിക്കും. വെള്ളം കെട്ടിക്കിടക്കുന്ന കെട്ടിടമാണെങ്കിൽ ആ കെട്ടിട ഉടമയ്ക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്നാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.